ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ജോലി ഓൾമോസ്റ്റ് ഏറെക്കുറെ തീരാറാവുന്ന സമയമായിരിക്കുന്നു. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തൊരു 15 to 20 മിനിറ്റ് സ്റ്റിജോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജോലി ചെയ്യുന്നത് വേറൊരു പ്ലേസിലാണ്. അപ്പോൾ ഞാനും അവനും ഒരുമിച്ചാണ് വീട്ടിലേക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അവൻ എന്നെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഓഫീസിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ ആ ഒരു 15 to 20 മിനിറ്റ് ഞാൻ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് പ്ലേസസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലോക്ക് ഔട്ടും ചെയ്തിട്ട് ഇറങ്ങുന്നത് നമ്മളുടെ ഈ ഒരു ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലേസിലേക്കാണ്. മാൾട്ടയിൽ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ പുറത്ത് അത്യാവശ്യം നല്ല ചൂടാണ്. പ്രത്യേകിച്ച് ഒരു 8 മണിയൊക്കെ ആവുന്നത് വരെ ഈ ചൂട് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ സമയം ഇവിടെ 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ 5:30-ക്കാണെങ്കിൽ അത്രയധികം വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് മാൾട്ടയിൽ നിന്നും പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ക്രൂസ് ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയത്തില്ല ഇപ്പോൾ ആ ഷിപ്പ് അവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് പോകുന്നതാണ്. സോ ഈ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് മാൾട്ടയിലെ ഫ്ലോറിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നും വല്ലേട്ടയ്ക്ക് എറൗണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രമാണുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വല്ലേട്ട ഏതാ ഈ സ്ഥലത്ത്? മാൾട്ടയിലെ ക്യാപിറ്റൽ സിറ്റിയാണ് വല്ലേട്ട. ഈ വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഷിപ്പ് അവിടെ ഉണ്ടാവണേന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. അതുപോലെ നമ്മുടെ ആ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് റെസ്റ്റോറൻറ്റ്സ് ആണ്. സാറ്റർഡേയും സൺഡേയും ഒക്കെ ഇവിടെ കാല് കുത്താൻ പറ്റാത്ത വിധം തിരക്കാണ്. അങ്ങനെ നമ്മളുടെ ആ മുതൽ ദാ കിടക്കണു. അത്യാവശ്യം നല്ല വലിയൊരു ക്രൂയിസ് ഷിപ്പ്. അടിപൊളിയാണ് ഇവിടുന്ന് ഇത് കാണാനായിട്ട്. സോ ഈ ഷിപ്പിന് ടോട്ടൽ അറൗണ്ട് ഒരു 2600 പ്രൈവറ്റ് റൂമാണ് ഉള്ളത്. അതിനകത്ത് അവർക്കൊരു 6000 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് തന്നെ പറ്റും. ഇതൊന്നും കൂടാണ്ട് അറൗണ്ട് ഒരു 5000 ലോവർ ബെർത്തുകൾ കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ വേറെ ഒട്ടനവധി ഫീച്ചേഴ്സും ഈ ഷിപ്പിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ ഈ ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഒരുത്തൻ ജെറ്റ് സ്കീ ഓടിച്ചുകൊണ്ട് പോകണു. എന്നാൽ പിന്നെ ഇനി ഇവനെ മാക്സിമം സൂം ചെയ്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവനിലേക്കായി എൻ്റെ കോൺസെൻട്രേഷൻ. മാൾട്ടയിൽ സമ്മർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഒന്നാണ് ഈ ജെറ്റ് സ്കീ. ഇതാ ഈ സൈഡിൽ ഒരുപാട് ജെറ്റ് സ്കീ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. ഇതാണ് ആ ഒരു ഏരിയ. സത്യം പറഞ്ഞാൽ നമ്മളൊരു ലൂപ്പിൻ്റെ അകത്ത് പെട്ട ഒരവസ്ഥയാണ്. അതായത് അപ്പുറത്തും ഇപ്പുറത്തും വലിയ പാറക്കെട്ടുകൾ. അതിൻ്റെ ഏകദേശം നടുവിലാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. അങ്ങനെ സ്റ്റിജോ ദാ വരുന്നു. ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ സ്റ്റിജോയുടെ കൂടെ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. മാൾട്ടയിലെ ഈ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ സാധാരണ ആൾക്കാർക്കെല്ലാം ഉണ്ടാകുന്നൊരു സംശയമാണ്, ഈ ബിൽഡിങ്ങൊക്കെ എന്താ ഒരു വൃത്തിയില്ലാണ്ടിരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടയിൽ നിന്നല്ല, യൂറോപ്പിൽ മൊത്തത്തിൽ തന്നെ ഇവരുടെ ഒരു കൾച്ചറാണ്. അതായത് ബിൽഡിങ്സ് കാര്യങ്ങൾ അതിൻ്റെ ആ പഴമയോടുകൂടി സൂക്ഷിക്കുക എന്നത്. അതായത് ഇവർ ഇൻറ്റീരിയർ വർക്കിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. എക്സ്റ്റീരിയർ പണ്ട് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാനാണ് ഇവർക്കും താല്പര്യം. അതുപോലെ തന്നെ ഇപ്പോഴും കുറേ മാൾട്ടീസ് ആളുകൾ ഇൻറ്റീരിയർ വരെ പഴയ ആ ഒരു തനിമയോടുകൂടി സൂക്ഷിക്കുന്നവരും ഉണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മളുടെ വീടിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ എത്താറായിട്ടുണ്ട്. നമ്മളുടെ ഓഫീസിൽ നിന്നും അറൗണ്ട് ഒരു 12 കിലോമീറ്ററാണ് നമ്മളുടെ വീട്ടിലേക്കുള്ളത്. അപ്പോൾ ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ നമ്മളൊരു 24 കിലോമീറ്റർ വണ്ടി അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. പിന്നെ ഇവിടെ പെട്രോളും അങ്ങനെ അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മൾ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും എക്സ്പെൻസീവ് അല്ല എന്ന് തന്നെ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 യൂറോയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 1 വീക്ക് തന്നെ വണ്ടി ഓടാനുള്ള പെട്രോൾ കിട്ടുന്നുണ്ട്. മറ്റൊരു സത്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെയും ഇവിടുത്തെയും പെട്രോളിൻ്റെ വില ഏറെക്കുറെ സെയിമാണ്. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പക്ഷേ അവിടത്തെയും ഇവിടത്തെയും സാലറിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അങ്ങനെ ഒരു വലിയ ഡിഫറൻസും ഉണ്ട് ഇതിനകത്ത്. ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യ വിട്ട ആൾക്കാർ പുറത്തേക്ക് പോകുന്നതും നമ്മളെപ്പോലെ ഉള്ളവർ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് പോകാണ്ട് പുറത്ത് തന്നെ സെറ്റിൽഡ് ആവാൻ പ്ലാൻ ചെയ്യുന്നതും. സോ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും ഞാനിപ്പോൾ പറയാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ന് രാത്രി തോമസ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളോട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ബുച്ചറി ഷോപ്പിലേക്ക് വന്ന് ഇവിടെ ചിക്കൻ വാങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റിജോ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ അപ്പച്ചനെ ഒന്ന് നോക്കി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ അപ്പച്ചന് ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അപ്പച്ചനോട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഇത് എൻ്റെ കടയാണ്, ഞാൻ ജസ്റ്റ് ഇവിടെ എല്ലാ കാര്യവും മേൽനോട്ടത്തിന് വേണ്ടി ഇവിടെ വന്ന് ഇരിക്കുന്നതാണെന്ന്. സോ പിന്നെ ഞങ്ങൾ അപ്പച്ചനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പച്ചൻ പറഞ്ഞു സാറ്റർഡേയ്സും കട ഉച്ച വരെ ഓപ്പൺ ആണെന്ന്. അങ്ങനെ സംസാരിച്ച് ഫൈനലി നമ്മുടെ ചിക്കനും കിട്ടി. ഇനിയിപ്പോൾ ഈ ചിക്കനും എടുത്ത് നേരെ വീട്ടിലേക്ക്.
അപ്പോൾ വീട്ടിൽ വന്ന് വാതിലും തുറന്ന് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഇവിടെ ഒരു സെറ്റ് കവറിലാക്കി കുപ്പികൾ ഇട്ട് വെച്ചിരിക്കുന്നു. വേറൊന്നുമല്ല, നമ്മൾ കുടിച്ച വെള്ളത്തിൻ്റെ കാലി കുപ്പികളാണ്. ഈ കുപ്പികളൊക്കെ നമ്മൾ നേരെ എടുത്ത് റീസൈക്കിൾ ചെയ്യാൻ കൊണ്ടുപോകും. ഇതെങ്ങനെയാണ് ഈ കുപ്പികളൊക്കെ റീസൈക്കിൾ ചെയ്യുന്നതെന്ന് വേറൊരു ഫുൾ വീഡിയോയിലൂടെ നിങ്ങൾ ഞാൻ കാണിക്കുന്നതാണ്. അങ്ങനെ റീസൈക്കിൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു വൗച്ചർ കിട്ടും. ആ വൗച്ചർ വെച്ച് ലിഡർ പോലുള്ള ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ വന്നപ്പോൾ ബെൻസ് ചേട്ടൻ ഇവിടെ ഇരിക്കേണ്ടായിരുന്നു. ബെൻസ് ചേട്ടൻ ഇന്ന് ഉച്ചവരെയാണ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. സോ വീട്ടിൽ വന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്ന ചിക്കൻ ടേബിളിലേക്ക് വെച്ചു. ഇനി നമ്മൾ നേരെ ചായ കുടിക്കാൻ പോവുകയാണ്. സ്റ്റിജോ അതിനിടയിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ചായ ഉണ്ടാക്കി. പിന്നെ ഈ ചായയും കുടിച്ച് ഇവിടെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഈ വീട്ടിലെ ഈ ഒരു പ്ലേസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ചായ കുടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും ഇവിടെ വന്നാണ് ഇരിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് നമ്മളുടെ ആ ഒരു കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കലാണ് വൈകുന്നേരം കുറച്ച് നേരം നമ്മുടെ പരിപാടി. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് നേരെ അടുക്കളയിലേക്ക് പോയി നോക്കി. കാരണം ബിരിയാണി ഏതുവരെ ആയി എന്നറിയാനായിട്ട്. അവിടെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ദമ്മിട്ടപ്പോൾ വെയിറ്റുള്ള സാധനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളുടെ കേര വടി അരിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഫുഡും കഴിച്ച് നേരെ കയറി കിടന്ന് ഉറങ്ങുക. മാൾട്ടയിലെ പുതിയ കാഴ്ചകളുമായി അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.